സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് തുടർന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. സാർ, അത് എന്തിനാണ് ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടോ? അല്ല, അതിപ്പം ഏകദേശം വ്യക്തമായിട്ടുള്ളതാണ്. അത് കുറച്ച് അന്വേഷണങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. അതിനുശേഷം അറിയിക്കാം. അമ്മയ്ക്ക് പങ്കില്ല എന്നുള്ളത് തന്നെയാണോ സാർ? അല്ല, അത് നമ്മളിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അന്വേഷണങ്ങൾ തുടരുകയാണ്. അമ്മ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കും? അല്ല, അത് ആവശ്യം ഒന്ന് കണ്ടാൽ മാത്രം ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അന്വേഷണം നടത്തിയതിന് ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നടപടികൾ ഇത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് കിണറ്റിലിട്ടു എന്നുള്ളതാണോ നമുക്കിപ്പോൾ മനസ്സിലാക്കുക? എപ്പോഴാണത് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത്? അത് ടൈം ഒരു രാവിലെ ഒരു 6 മണിയോടെ എന്ന് പറയാം. കൊച്ചു കിടന്നത് അമ്മയുടെ അടുത്താണോ സാറേ കിടന്നത്? അല്ല, അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് പിന്നീട് അറിയിക്കാം. അല്ല, അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ. സാർ, ഇപ്പോൾ ഈ അമ്മാവനെ ഇന്നിപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയായി കോടതിയിൽ ഹാജരാക്കുമോ? മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും ഇന്ന് രാത്രി തന്നെ? ഇന്ന് ഹാജരാക്കത്തില്ല. ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തും. അടുത്ത കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം അടുത്ത ദിവസം ഹാജരാക്കും. അല്ല, അത് തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വമല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യുക. വ്യക്തിപരമായ വൈരാഗ്യമാണ് ഇതിൻ്റെ അകത്തൊരു കാരണം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നമ്മൾ അറിയിക്കാം. സാർ, പ്രാഥമികമായിട്ട് പറയാൻ പറ്റുന്ന വിവരം എന്താണ്? അല്ല, ഇത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഓക്കെ. ഈ കൊലപാതകം എങ്ങനെയായിരുന്നു? കുട്ടി ജീവനോടെ കിണറ്റിലേക്ക് എറിയുകയായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ വ്യക്തമായി അടുത്ത ദിവസങ്ങളിൽ. കുട്ടിയുടെ അച്ഛനും മുത്തശ്ശിക്കും ഇത് യാതൊരു പങ്കുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതാണ്. അതിൻ്റെ അന്വേഷണം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വെളിവാകുന്നതനുസരിച്ച് ബാക്കി നടപടികൾ സ്വീകരിക്കും. അവരെ ഇപ്പോൾ പൂർണ്ണമായി വിട്ടയച്ചു? അല്ല, ഇപ്പോൾ വിട്ടയച്ചു എന്ന് തന്നെ. അമ്മേനെയും കുറച്ച് കഴിയുമ്പോൾ വിട്ടയക്കും അല്ലേ? അല്ല, അത് ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചേക്കുന്നത്. ബാക്കി അന്വേഷണങ്ങൾക്ക് ശേഷം ആവശ്യമെങ്കിൽ വിളിച്ചു വരുന്നത്. അതെ, ശരി.